അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. Next question, single super phosphate contains option 16 to 20% phosphorus pentoxide, 20 to 25%, 25 to 35%, 40 to 48%. അപ്പം സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റില് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 16 to 20% ആണ് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഉള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് ചെടിക്ക് ആവശ്യമുള്ള 3 മേജർ ന്യൂട്രിയൻസ് ആണുള്ളത്: ഫോസ്ഫറസ്, സൾഫർ, കാൽഷ്യം. പിന്നെ ബാക്കി കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടാവും. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഫോസ്ഫേറ്റ് ഉള്ള റോക്കിൽ നിന്നാണ്. യൂസ് ചെയ്യുന്ന പ്രോസസ്സ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഫോസ്ഫേറ്റ് റോക്കിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആയിരിക്കും. ആൻഡ് അപ്രോക്സിമേറ്റ് 1:1 മിക്സ്ചർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. എങ്ങനെ 1:1 മിക്സ്ചർ ഓഫ് ഇവിടെ വേറൊരു കാൽഷ്യം കോമ്പൗണ്ട് ഫോസ്ഫോ ജിപ്സം ഉണ്ട്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മോണോ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. എന്താണ് മോണോ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഇത് കാൽഷ്യം സൾഫേറ്റ് ഫോസ്ഫോ ജിപ്സം. അങ്ങനെ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്രോക്സിമേറ്റ്ലി ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു 16 to 20%, 11% സൾഫറുമാണ് ഈ ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ എക്സ്പ്ലെയിൻസ് അസെന്റ് ഓഫ് സാപ്പ്? ഓപ്ഷൻസ്: കോയിഷൻ ടെൻഷൻ തിയറി ഓഫ് ഡിക്സൺ ആൻഡ് ജോളി, ഫോട്ടോസിന്തസിസ്, സ്റ്റാർച്ച് ഷുഗർ കൺവേർഷൻ, നൺ ഓഫ് ദീസ്. അപ്പൊ ഇവിടെ പറയുന്നത് അസെന്റ് ഓഫ് സാപ്പ്. നമുക്കറിയാം ലിക്വിഡ് എപ്പോഴും നമുക്കറിയാം ഗ്രാവിറ്റി താഴോട്ടാണ് അല്ലെ. പക്ഷെ പലപ്പോഴല്ല എല്ലാ ചെടികളിലും വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് മേളിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ആ സാപ്പ് എന്തുകൊണ്ടാണ് മേളിലേക്ക് അസെന്റ് ചെയ്യുന്നത്? അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള തിയറി ആരാണ് കൊണ്ടുവന്നത്? അത് ഏതാണ് തിയറി അല്ലെങ്കിൽ ഏതാണ് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോസസ് എന്നാണ് ഇവിടെ ചോദിച്ചിരുന്നത്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൊഹിഷൻ ടെൻഷൻ തിയറി ഓഫ് ഡിക്സൺ ആൻഡ് ജോളി. അപ്പൊ അസെന്റ് ഓഫ് സാപ്പ് നമുക്കറിയാം ചെടികളിലെ 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട് അല്ലെ. സൈലം ടിഷ്യൂ, ഫ്ലോയം ടിഷ്യൂ ഉണ്ട് അല്ലെ. ഇതിൽ ഫുഡ് കൊണ്ടുപോകുന്നത് ഫ്ലോയവും വാട്ടർ കൊണ്ടുപോകുന്നത് സൈലമുമാണ്. അപ്പൊ അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുന്നത് സൈലം ടിഷ്യൂലാണ് നടക്കുന്നത്. അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ആ വാട്ടറിൽ കുറെ മിനറൽസ് ഒക്കെ ഡിസോൾവ് ചെയ്ത് റൂട്ടിൽ നിന്ന് മേളിലോട്ടുള്ള ഭാഗങ്ങളിലേക്ക് സൈലം ടിഷ്യൂ കൊണ്ടുപോകും. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഡിക്സൺ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ബുക്കിന്റെ ഫോമിലാണ്. ഏകദേശം 1914 എന്ന വർഷത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷൻ, പുള്ളർ ടെൻഷൻ, cohesion property of water and hydration of the cell walls are collectively responsible for the ascent of sap. നമ്മൾ പറഞ്ഞു ascent of sap എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ cohesion tension theory by ഡിക്സൺ ആൻഡ് ജോളി എന്ന് പറഞ്ഞു. പക്ഷെ ആ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൽ കുറെ ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സാപ്പ് അസെൻഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പിറേഷൻ, പുള്ളർ ടെൻഷൻ. അത് നമ്മൾ പറഞ്ഞു സൺലൈറ്റ് വീഴുമ്പോഴത്തേക്കും ഈ വാട്ടർ കണ്ടന്റ് എന്തെയും ഇവാപറേറ്റ് ചെയ്ത് പോകും ലീഫിന്റെ സർഫസിൽ നിന്നൊക്കെ. അപ്പൊ അത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യും, ഒരു പുള്ള് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ട്രാൻസ്പിറേഷണൽ പുൾ. അപ്പൊ അത് കാരണം താഴെ നിന്ന് അബ്സോർപ്ഷൻ നടക്കും റൂട്ട്സിൽ നിന്ന്. രണ്ടാമത്തെ പോയിന്റ് കൊഹിഷൻ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. അതായത് വാട്ടർ എന്ത് ചെയ്യും? അതിന് തമ്മിൽ ജോയിൻ ചെയ്ത് പോകാനുള്ള ഒരിതും പിന്നെ അതിന്റെ സൈഡ് വാൾസും ആയിട്ട് എന്ത് ചെയ്യുന്നു? ചെടിയുടെ ബാക്കി സെൽസുമായിട്ടും ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടും അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു കൊഹിഷൻ അഡിഷൻ പ്രോപ്പർട്ടി, മെയിൻലി കൊഹിഷൻ ആണ് വാട്ടർ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ
എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. കോഹഷൻ പ്രോപ്പർട്ടി കൊണ്ടിട്ടാണ് അത് എന്ത് ചെയ്യുന്ന മേളിലേക്ക് അസെൻഡ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഹൈഡ്രേഷൻ ഓഫ് ദ സെൽ വാൾസ് ആർ കളക്ടീവ്ലി റെസ്പോൺസിബിൾ ഫോർ ദി അസെൻഡ് ഓഫ് സെൽ. പിന്നെ സെൽ വാൾസിലുള്ള ഹൈഡ്രേഷൻ, കാരണം സെല്ലുകളിൽ എപ്പോഴും സെൽ വാൾസിൽ എപ്പോഴും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ അത് കുറയുന്ന അനുസരിച്ച് അത് റീഗെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, അത് വീണ്ടും പുൾ ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ അത് ആ സെൽസ് അത് അടുത്തടുത്ത സെല്ലിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ അത് അടുത്ത തൊട്ട് അങ്ങനെ പാസ് ചെയ്ത് റൂട്ട്സിൽ വരെ അത് എത്തും. സോ ഇതാണ് നമ്മുടെ അസെൻഡ് ഓഫ് സാപ്പിന്റെ ക്വസ്റ്റ്യൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് അഗർ അഗർ? ഓപ്ഷൻസ് ബാക്ടീരിയ, ഫംഗൈ, നെമറ്റോഡ്, ആൽഗെ. അഗർ അഗർ എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ കോമൺലി ഈ ഒരു കൾച്ചറിന്റെ മെത്തേഡ്സിലൊക്കെ നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഓപ്ഷൻ ഈസ് ഡി, ആൽഗെ. അപ്പൊ അഗർ അഗർ എടുക്കുന്ന അല്ലെങ്കിൽ അഗർ എടുക്കുന്നത് നമ്മൾ എന്താണ് ഈ ഒരു ആൽഗെ എന്ന് പറയുന്ന പ്ലാന്റ്സിൽ നിന്നാണ്. അതൊരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ആൻഡ് അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് പോളിസാക്രൈഡ്സ് ആണ്. ആൻഡ് ഈ പോളിസാക്രൈഡ്സ് എവിടെ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ റെഡ് ആൽഗെ, മെയിൻലി നമ്മൾ റെഡ് ആൽഗയിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അഗർ ആദ്യമായിട്ട് കെമിക്കൽ അനാലിസിസിന് സബ്ജക്ട് ചെയ്ത വർഷം 1859 ആണ്. ആൻഡ് ദ കെമിസ്റ്റ് വാസ് അൻസെൽമി പേയർ who had obtained agar from the marine algae Gelidium corneum. ആദ്യമായിട്ട് അങ്ങനെ ഒപ്റ്റെയിൻ ചെയ്തിരുന്നത് മറൈൻ ആയിട്ടുള്ള ഒരു ആൽഗ ഉണ്ട്, ജെലീഡിയം കോർണിയം. അതിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ഫസ്റ്റ് ആയിട്ട് ഇതിന് ഈ ഒരു അഗർ അഗറിനെ എക്സ്ട്രാക്ട് ചെയ്തത്. ഈ അഗർ അഗർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സെൽസിന്റെ ചെടികളിലെ പ്ലാന്റ് സെൽസിന്റെ സെൽ വോളിലെ ഒരു സ്ട്രക്ചർ ആണ്. അതായത് സെൽ വോൾ എന്ന് പറയുന്നത് ആ സെല്ലിനൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് സെൽ വോളിന്റെ സ്ട്രെങ്ത് ആണ്. ആ സെൽ വോളില് ഈ ഒരു കണ്ടന്റ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് അതിനൊരു സ്ട്രക്ചർ, ആ ഒരു ഫങ്ഷനാലിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ബേസിക്കലി എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഫോംസ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇൻ സെൽ വാൾസ് ഓഫ് സർട്ടൻ സ്പീഷീസ് ഓഫ് ആൽഗെ ആൻഡ് ഇസ് റിലീസ്ഡ് ഓൺ ബോയിലിംഗ്. അങ്ങനെ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ, ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ആൽഗേസിന് മറ്റൊരു പേരുണ്ട് അഗാരോഫൈറ്റ്സ് എന്നും. ആൻഡ് അത് ബിലോങ് ചെയ്യുന്ന ഫൈലം എന്ന് പറയുന്നത് റെഡ് ആൽഗെ ഫൈലമാണ് അല്ലെങ്കിൽ റോഡോഫൈറ്റ ആൽഗെ. സോ ഈ പേരുകളൊക്കെ നല്ലപോലെ ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, rate of water absorption is slow near freezing point because options cell membranes become more viscous, transpiration is reduced, water absorption is a metabolic process, cell growth stops. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ വാട്ടറിന്റെ അബ്സോർപ്ഷൻ കുറയുന്നു എന്നാണ് പറയുന്നത്. അത് അതിനുള്ള റീസൺ റൈറ്റ് ഓപ്ഷൻ എന്നത് സെൽ മെംബ്രെയിൻസ് ബിക്കം മോർ വിസ്കസ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡിറ്റി, നമ്മളിപ്പോ ഒരു ലിക്വിഡ് എടുത്താൽ തന്നെ അതിന്റെ ഫ്ലൂയിഡിറ്റിയെ പറയുന്ന ഒരു പാരാമീറ്റർ ആണ് വിസ്കസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് മെംബ്രെയിനിന്റെ ഫ്ലൂയിഡിറ്റി റെഫേഴ്സ് ടു ദ വിസ്കോസിറ്റി ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ ഓഫ് എ സെൽ മെംബ്രെയിൻ ഓർ എ സിന്തറ്റിക് ലിപ്പിഡ് മെംബ്രെയിൻ. നമുക്കറിയാം സെൽസില് സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഇതിലെ ഫാറ്റ്സ്, ലിപ്പിഡ് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്, അതിന്റെ ലെയേഴ്സ് പലപ്പോഴും ഉണ്ട്. അപ്പം ഫാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂവബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ വിസ്കോസിറ്റി ആണ് നമ്മൾ ആ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ആ മെംബ്രെയിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ മൂവബിലിറ്റിയെ വെച്ചിട്ടാണ് നമ്മൾ ആ സെൽ മെംബ്രെയിന്റെ മൂവബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്ലൂയിഡിറ്റിയെ പറയുന്നത്. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ സ്റ്റാർട്ട്സ് ഫ്രീസിങ്. അറ്റ്മോസ്ഫിയറിലുള്ള ജലാംശം അവിടെ ഫ്രീസ് ആവാനായിട്ട് തുടങ്ങും. ആൻഡ് അൾട്ടിമേറ്റ്ലി ലോവറിംഗ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. അങ്ങനെ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ അവിടെ നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് ഓപ്ഷൻ ഇസ് സെൽ മെംബ്രെയിൻസ് ബിക്കം മോർ വിസ്കസ്. മോർ വിസ്കസ് ആകുമ്പോൾ അവിടെ അബ്സോർപ്ഷൻ അങ്ങ് കുറയും. അതുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിന്റ് എത്തുമ്പോൾ ലൈക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിലെ കാര്യം പറയാനുള്ള റീസൺ, അറ്റ്മോസ്ഫിയറിൽ പോലും സാധാരണ ഇങ്ങനെ ഒരു ലിക്വിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ആവും, അപ്പോൾ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സെൽസിന് നടക്കുമ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, ഫ്രീസിംഗ് പോയിന്റിന് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അത് സ്ലോ ആവും. ഓക്കെ, സോ അതാണ് നമ്മുടെ 23rd ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, steamed bone meal contains options 3 to 4% phosphorus pentoxide, 8 to 10%, 4 to 10%, 30 to 35%. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ steamed bone meal 30 to 35% phosphorus pentoxide ആണ് കാണപ്പെടുന്നത്. ഈ ബോൺ മീൽ എന്ന് പറയുന്നത് നമ്മൾ അനിമൽസിന്റെ ബോൺസിനൊക്കെ പൊടിച്ചിട്ട് ഉള്ള ഒരു മിക്സ്ചർ ആണ്. അതിന് നല്ലപോലെ പൊടിച്ച് ഉള്ള ഒരു മിക്സ്ചർ ആയിരിക്കും. ഇത് സാധാരണയായിട്ട് ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ റിച്ച് ആയിരിക്കും അല്ലെ ബോൺസിന്റെ ഒരു മിക്സ്ചറിൽ. അപ്പം കാൽഷ്യം ഫോസ്ഫറസും
ഒത്തിരി ഉണ്ടാവും. ടു മോണോഗ്യാസ്ട്രിക് ലൈഫ് സ്റ്റോക്ക് ഇൻ ദ ഫോം ഓഫ് ഹൈഡ്രോക്സി ആഫ്തൈറ്റ്. അപ്പോൾ ഈ കാൽഷ്യം ഫോസ്ഫറസിന്റെ മിക്സ്ചറിനെ ഹൈഡ്രോക്സി ആപ്പത്തൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലാക്കി നമ്മൾ മോണോഗ്യാസ്ട്രിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റോക്കിന് നമ്മൾ പലപ്പോഴും ഇത് എന്ത് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. കാൽഷ്യത്തിന്റെ ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി ഉള്ളതിന് മോണോഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്യാസ്ട്രിക് ചേമ്പറിൽ ഒറ്റ ചേമ്പർ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ലൈഫ് സ്റ്റോക്കിന് കാറ്റിലിനെയാണ് നമ്മൾ മോണോഗ്യാസ്ട്രിക് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. ഇനി ബോൺ മീലിന്റെ NPK റേറ്റിംഗ് ഓർക്കുക. ഇത് ഫോസ്ഫറസ് പെന്റോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമാണ് പറയുന്നത്. ടിപ്പിക്കലി 3:5:0, 3:15:0. ഇതാണ് along with calcium content of around 12% കാൽഷ്യം. ഇത് NPKയുടെ ആണ്. പ്ലസ് 12% കാൽഷ്യം, പിന്നെ 30 to 35% ഫോസ്ഫറസ് പെന്റോക്സൈഡ്. ഇതിനെ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ ചെടികളിൽ യൂസ് ചെയ്യാറുണ്ട്. അതേസമയം അനിമൽസിൽ ഒരു സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൺ മീൽ സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആണെന്ന് പെട്ടെന്ന് അത് മണ്ണിൽ പിടിക്കത്തില്ല. അത് പയ്യെ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു അതിലുള്ള കമ്പണൻസിനെ റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ. സോ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുറെ ടൈമിലത്തേക്കുള്ള ഒരു ഫെർട്ടിലൈസർ പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. Next question, the C:1 ratio of farmyard manure is options 20:1, 10:1, 30:1, 40:1. അപ്പോൾ farmyard manureൽ കാർബണിന്റെ നൈട്രജന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റൈറ്റ് ആൻസർ ഇസ് 40:1, ഓപ്ഷൻ ഡി. അതായത് മാസ് ഓഫ് കാർബണും മാസ് ഓഫ് നൈട്രജനുള്ള മാസിന്റെ റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ farmyard manure നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഓർഗാനിക് റിസോഴ്സ് ആണ്. അനിമൽ വേസ്റ്റും അതുപോലെ തന്നെ ബാക്കി വന്ന കാറ്റൽ ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു മാനുവർ ആണ്. ഇതിൽ കാർബൺ ഈസ് ടു നൈട്രജന്റെ റേഷ്യോ 40:1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ്ഡ് ഈസ് ഓപ്ഷൻസ് ലെസ് ദാൻ ഗ്ലൈക്കോളിസിസ്, മച്ച് ലെസ് ദാൻ ഗ്ലൈക്കോളിസിസ്, മോർ ദാൻ ഗ്ലൈക്കോളിസിസ്, സെയിം ആസ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, ആ ഇതില് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ടില് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്ലൈക്കോലിസിസിൽ കിട്ടുന്നതിനേക്കാളും എങ്ങനെയാണ് വേരി ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്ലൈക്കോലിസിസിൽ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് കിട്ടുന്നില്ല, 0 മോളിക്യൂൾസ്. അപ്പൊ ഇതിൽ കിട്ടുന്നത് എന്താണ്, എത്രയെന്ന് പറഞ്ഞാൽ ഹെക്സോസ് മോണോഫോസ്ഫേറ്റിൽ എത്ര എണ്ണം കിട്ടുന്നു എന്ന് അറിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ടില് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോർ ദാൻ ഗ്ലൈക്കോലിസിസ് ആണ്. അപ്പൊ എന്തായാലും 0 അല്ല, അതിൽ കൂടുതലായിരിക്കും. റൈറ്റ് ഓപ്ഷൻ ഇസ് മോർ ദാൻ ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ടില് എന്താണ്, അതായത് ഇതിന്റെ മറ്റൊരു പേര് HMP ഷണ്ട് എന്നും പറയും. ഇതൊരു മെറ്റബോളിക് പാത്വേ ആണ് ഗ്ലൈക്കോലിസിന് പാരലൽ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ നമുക്ക് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് അല്ലെ, അപ്പൊ ഇതിൽ ജനറേറ്റ് ചെയ്യുന്നത് NADPHും പെന്റോസും അതിന്റെ ഒപ്പം തന്നെ റൈബോസ് 5-ഫോസ്ഫേറ്റും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് 6 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ആണ്. അതേസമയം ഗ്ലൈക്കോലിസിസിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലെ. അപ്പോൾ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോലിസിസിനേക്കാളും കൂടുതലാണ്, മോർ ദാൻ glycolysis. Okay, so next question, light energy is converted into chemical energy in the presence of options chloroplast, pyrenoids, ribosome, mesosomes. അപ്പോൾ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിലാണ്? റൈറ്റ് ഓപ്ഷൻ ക്ലോറോപ്ലാസ്റ്റ് ആണ് അല്ലേ. നമുക്കറിയാം ഇത് ഈ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അത് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത് നമുക്കറിയാം. അത് ചെടികളിലും പ്ലാന്റ്സിലും ആൽഗയിലും ഒക്കെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനലൈസിലാണ് നടക്കുന്നത്. സാധാരണയായിട്ട് ഒരു ചെടിയിൽ 10 മുതൽ 100 ക്ലോറോപ്ലാസ്റ്റ് വരെ അടങ്ങിയിട്ടുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ സിസ്റ്റമിക് ഫംഗിസൈഡ്. ഓപ്ഷൻസ് പിരിമിഡിൻസ്, ട്രയോസോൾസ്, മെറ്റലാക്സിൽ, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം സിസ്റ്റമിക് ഫംഗിസൈഡ്സ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ഓപ്ഷൻ. പിരിമിഡിൻസ്, ട്രൈസോൾസ്, മെറ്റലാക്സിൽ എല്ലാവരും സിസ്റ്റമിക് ഫംഗസൈഡ് ആണ്. ഈ സിസ്റ്റമിക് ഫംഗസൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് എ ഫംഗസിഡൽ കോമ്പൗണ്ട് ദാറ്റ് ഇസ് റെഡിലി ട്രാൻസ്ലോക്കേറ്റഡ് ആസ് സച്ച് ഇൻ പ്ലാന്റ് റെൻഡറിംഗ് ദ ടിഷ്യൂസ് പെനിട്രേറ്റഡ് ടോക്സിക് ടു ഫംഗൈ. അതായത് നമ്മൾ സിസ്റ്റമിക് ഫംഗസൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോമ്പൗണ്ട്, ഈ അല്ലെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ചെടിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് എനി മിക്സ്ചർ ഓർ സംതിങ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് അവിടെ ടോക്സിക് ആയിട്ടുള്ള ഫംഗസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കൊല്ലാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതിന് ഇവിടെ പിരിമിഡിൻസ്, ന്യൂ പിരിമിഡിൻ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇതുപോലെ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്, വിച്ച് വെർ ഇവാലുവേറ്റഡ് ഇൻ വിട്രോ അഗെയിൻസ്റ്റ് 14 ഫൈറ്റോ പാത്തോജനിക് ഫംഗൈ. എന്നുവെച്ചാൽ കുറെ
പിരമിഡിൻസിനെയൊക്കെ പുതിയതായിട്ട് അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രൈസൽ ഫംഗസൈഡ്സ് ആണെങ്കിലും സിസ്റ്റമിക് പെസ്റ്റിസൈഡ്സ് ആണ്. അതിന് നമ്മൾ ഫംഗൽ ഡിസീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പലപ്പോഴും അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വന്ന ശേഷം പ്രൊട്ടക്ട് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. സെയിം ഇത് തന്നെയാണ് മെറ്റലെക്സിൽ. പക്ഷെ മെറ്റാലിക്സിൽ നമ്മളൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ടു കൺട്രോൾ പ്ലാന്റ് ഡിസീസസ് കോസ്ഡ് ബൈ ഊമൈസൈറ്റ് ഫംഗി. ഊമൈസൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഫംഗിനെ കൺട്രോൾ ചെയ്യാനാണ് കൂടുതലായിട്ട് മെറ്റാലൈക്സിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുലേഷൻസ് സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ഫോംസ് ഗ്രാനുവൽസ് ആയിട്ട് കിട്ടും, പിന്നെ വെറ്റബിൾ പൗഡേഴ്സ് ആയിട്ട് കിട്ടും, ഡസ്റ്റ് ആയിട്ടും കിട്ടും, ഇമൽസിഫയബിൾ കോൺസെൻട്രേറ്റേഴ്സ് ആയിട്ടും കിട്ടും. Next question, which of the following nutrient element is responsible for resistance to plant disease? Options: phosphorus pentoxide, boron, molybdenum, potassium. അപ്പോൾ ഇവിടെ ഏത് ന്യൂട്രിയന്റ് ആണ് ചെടികളുടെ ഡിസീസ് റെസിസ്റ്റൻസിന് കാരണമാകുന്നത്? അതിന്റെ റൈറ്റ് ഓപ്ഷൻ ഈസ് പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യം ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ചെടികളിലെ പ്ലാന്റ് ടിഷ്യൂസിലെ വാട്ടറും ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതെല്ലായിടും പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്താലേ ചെടിയുടെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എൻസൈം ആക്ടിവേഷൻ വിത്തിൻ ദ പ്ലാന്റ് which affects protein, starch and adenosine triphosphate production. Production of ATP can regulate rate of photosynthesis. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും വാട്ടർ ന്യൂട്രിയൻസും ഒക്കെ എല്ലായിടും എത്തിക്കുക എന്നുള്ള, അത് കഴിഞ്ഞിട്ടാണ് എൻസൈം യൂസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടാക്കുന്നതും ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ ആ ATP വെച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്, അങ്ങനെ കുറെ പ്രോസസ്സ് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേൽക്കുന്നത് പൊട്ടാസ്യം ആണ്. സോ പൊട്ടാസ്യം ആണ് പ്ലാന്റിന്റെ ഡിസീസ് റെസിസ്റ്റൻസിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടറ്റോ വൈറസ് ഡിസീസസ് ആർ സ്പ്രെഡ് ബൈ ഓപ്ഷൻസ് ആഫിഡ്സ്, ജാസിഡ്സ്, നെമറ്റോഡ്സ്, ട്യൂബർ മോത്ത്. റൈറ്റ് ഓപ്ഷൻ ആഫിഡ്സ് ആണ്. പൊട്ടറ്റോ വൈറസ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ആരാണ്? ആഫിഡ്സ് ആണ്. ആഫിഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളുടെ നീര് സക്ക് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസെക്ട് ആണ്. അതിന് ഈ സാപ്പ് സക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ഓർഗൻസ് ഉണ്ടാവും, ഇങ്ങനെ നീഡില് പോലെ ഇരിക്കുന്ന. ആൻഡ് ഇത് ഇങ്ങനെ സക്ക് ചെയ്ത് അതിന്റെ സാപ്പിനെയൊക്കെ എടുത്ത് അത് വേറെ ചെടിയിൽ കൊണ്ടുപോയി കൊടുക്കും. സോ പൊട്ടറ്റോ വൈറസ് സാധാരണ എന്താണ് നാച്ചുറലി തന്നെ സ്പ്രെഡ് ആവും ആൻഡ് ക്യാൻ ബി മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ്. മെക്കാനിക്കലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ the virus is transmitted when an aphid initially probes the plants. The most important virus transmitted by aphids to potatoes in Scotland are potato leaf roll virus PLRV, പിന്നെ potato virus Y PYYO and PVYN, venal necrosis എന്നും പറയും, ആൻഡ് പൊട്ടറ്റോ വൈറസ് A PVA. സോ ഇങ്ങനത്തെ പല പൊട്ടറ്റോ വൈറസസിനെ ഈ അഫിഡ്സ് കൊണ്ടുപോകും. ഇത് മെയിൻലി സ്കോട്ട്ലൻഡിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറെ വൈറസസ് ആണ്. So next question, during monsoon the rice crop of eastern states of India shows lesser yield due to limiting factor of options CO2, light, temperature, water. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലെ സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും മൊത്തത്തിൽ പറയുകയാണ്, ഈസ്റ്റേൺ സൈഡിലെ സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഈൽഡ് കുറയുന്നുണ്ട്. അപ്പൊ അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ ലിമിറ്റ് ചെയ്യുന്നത് ലൈറ്റ് ആണ്. കാരണം മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കുറയും അല്ലെ? അപ്പൊ ആ ഒരു റീജിയനിൽ സാധാരണ ആയിട്ടുള്ള കോസ്റ്റൽ റീജിയനിലും ഈസ്റ്റേൺ സൈഡിലോട്ടുള്ള ചിലപ്പോൾ സദേൺ റീജിയനിലോട്ടൊക്കെ ഉള്ള പല സ്റ്റേറ്റ്സിലും എന്താണ് ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ടൈം മഴയായിരിക്കും. അപ്പൊ അങ്ങനത്തെ സമയത്തില് ഇത് ടെമ്പറേച്ചറും പുവർ ആയിട്ടുള്ള സമയത്ത് ഫോട്ടോസിന്തസിസ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്ത് ചെയ്യും, ഈൽഡും കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സോ അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ നമുക്ക് ലൈറ്റ് ആണ്. നമ്മൾ ബ്ലാക്ക്മാന്റെ ലോ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള ഡിറ്റർമിനിങ് റേറ്റ്, ഫോട്ടോസിന്തസിന്റെ റേറ്റിന് ഡിറ്റർമിൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് ലൈറ്റ്, ടെമ്പറേച്ചറും, ലൈറ്റും ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു, എന്താണ് തേർഡ് പോയിന്റ് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക്മാൻസ് ലോയിൽ പറയുന്നത് ഈസ് ലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു. ഓക്കെ, ടെമ്പറേച്ചറിന്റെ ലൈറ്റിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെല്ലോ ലീഫ് മൊസൈക്ക് ഓഫ് ഭിണ്ടി ക്രോപ്പ് സ്പ്രെഡ്സ്. ഓപ്ഷൻസ് ജാസിഡ്സ്, ബോറസ്, ജാസിഡ് ആൻഡ് ബോറസ്, നൺ ഓഫ് ദീസ്. അപ്പം ഭിണ്ടി എന്ന് പറയുമ്പോൾ ലേഡീസ് ഫിംഗർ ആണ്. ലേഡീസ് ഫിംഗർ വെണ്ടക്കായുടെ ഒരു ഡിസീസ് ആണ് യെല്ലോ ലീഫ് മൊസൈക്ക് എന്ന് പറയുന്നത്. അത് സ്പ്രെഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത് ജാസിഡ് ആൻഡ് ബോറസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. അപ്പോൾ ഈ ഡിസീസ് ഉണ്ടാകുന്നത്
ഒരു കോംപ്ലക്സ് കാരണം വിച്ച് കൺസിസ്റ്റ് ഓഫ് മോണോപാർട്ടീറ്റ് ബിഗോമോവൈറസ്, ഭിണ്ടി യെല്ലോ, ബീൻ മൊസൈക് വൈറസ് ആൻഡ് a small satellite DNA ബീറ്റ കമ്പോണന്റ്. അപ്പോൾ ഒരു വൈറസും അതിന്റെ ഒരു ബീറ്റ DNA കമ്പോണന്റും കൂടെ ചേർന്നിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ഒരു വൈറസ് ഉണ്ടല്ലോ നമ്മളെ ഭിണ്ടി യെല്ലോ വീൻ മൊസൈക് വൈറസ് അല്ലെങ്കിൽ തന്നെ BYVMV, ഇത് സിസ്റ്റമിക് ആയിട്ട് ഇൻഫെക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ ചെടികളിൽ ഈ യെല്ലോ ലീഫ് ഉണ്ടാക്കുന്നു. സാധാരണയായിട്ട് ഇതൊരു മൈൽഡ് ലീഫ് കേർലിംഗ് ആണ് സാധാരണയായിട്ട് ഈ ചെടികൾ. വെണ്ടയ്ക്കയുടെ ഈ ഇലകളിൽ ഈ ഇലകൾ കുറച്ച് ചുരുണ്ടു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് അങ്ങനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. സോ മെയിൻ ഉള്ള ഒരു സിംറ്റം നമുക്ക് യെല്ലോ ലീഫ് മൊസൈക്ക് എന്ന് പറയുന്നത് മഞ്ഞളിക്കുന്ന ഇലയായിട്ട് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിങ്ങനെ കേൾ ചെയ്ത് വരുന്നതായിട്ട്, ലീവ്സ് കേൾ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ആൻഡ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ആർ ജാസിഡ് ആൻഡ് ബോറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് പ്ലാന്റ് ത്രൂ സൈലം, ഫ്ലോയം വിത്ത് കോർട്ടെക്സ്. അത് നമ്മൾ പറഞ്ഞു ചെടികളിൽ രണ്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. വാട്ടർ അല്ലെങ്കിൽ സാപ്പ് എത്തിക്കാനായിട്ട് നമ്മൾ സൈലം യൂസ് ചെയ്യും, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്ലോയമും യൂസ് ചെയ്യും. ഇനി ഫോട്ടോസിസ്റ്റം 2 occurs in ഓപ്ഷൻസ് സ്ട്രോമ, സൈറ്റോക്രോം, ഗ്രാന, മൈറ്റോകോൺട്രിയൽ സർഫേസ്. ഇപ്പം ഫോട്ടോസിസ്റ്റം 2 എവിടെയാണ് കാണപ്പെടുന്നത്? റൈറ്റ് ഓപ്ഷൻ ഈസ് എന്താണ്, ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഫോട്ടോസിസ്റ്റം രണ്ടെണ്ണം ഉണ്ട്, PS1 PS2 അല്ലെ. അപ്പൊ PS1 സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൈലക്കോയിഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തൈലക്കോയിഡ് മെമ്പറിന്റെ പുറത്താണെങ്കിൽ അത് PS1 ആണ്, ഫോട്ടോസിസ്റ്റം 1 ആണ്. ഇനി ഈ തൈലക്കോയിഡ് മെമ്പറിന്റെ ഇന്നർ പോർഷനിലാണ് കാണപ്പെടുന്നെങ്കിൽ അത് ഫോട്ടോസിസ്റ്റം 2 ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസിസ്റ്റം 2 കാണപ്പെടുന്നത് തൈലക്കോയിഡ് മെമ്പറിന്റെ അകത്താണ്. മെമ്പറിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഗ്രാന എന്ന് പറയുന്ന പോർഷനിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് പ്രോട്ടീൻ കോംപ്ലക്സ് ഇൻ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻസ് ഓഫ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. ഓക്സിജൻ പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന ഫോട്ടോസിന്തസിസിൽ രണ്ട് റിയാക്ഷൻസ് ഉണ്ട്, ലൈറ്റ് ഡിപെൻഡന്റും ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻസ് അല്ലെ, അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അപ്പൊ അതിൽ ലൈറ്റ് റിയാക്ഷന്റെ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഈ ഫോട്ടോസിസ്റ്റം 1, അല്ലെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഫോട്ടോസിസ്റ്റം 1. അത് തൈലക്കോയിഡ് മെമ്പറിന്റെ അകത്ത് ഗ്രാനയിലായിട്ട് കാണപ്പെടും. സാധാരണ എല്ലാ ചെടികളിലും ആൽഗേസ് ആകട്ടെ, പ്ലാന്റ്സ് ആകട്ടെ, സൈനോബാക്ടീരിയ, ഇതിലെല്ലാത്തിലും എന്ത് ചെയ്യും, ഇത് കാണപ്പെടാറുണ്ട്. ഇനി energized electrons are replaced by oxidizing water to form hydrogen ions and molecular oxygen. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഓക്സിഡൈസ് ചെയ്ത വാട്ടറിനെ ഹൈഡ്രജൻ അയൺസ് ആക്കി മാറ്റുകയും മോളിക്കുലർ ഓക്സിജൻ ആക്കി മാറ്റുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, അത് ഇലക്ട്രോൺസ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അയോൺസ്, ഹൈഡ്രജൻ അയോൺസ് ആയിട്ടും ഓക്സിജൻ ആയിട്ട് മാറും. ആൻഡ് ഇതിനെ നമ്മൾ എന്താണ് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് എന്ന് പറയും. ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് എന്ന് പറയും. ഫോട്ടോസിസ്റ്റം 2 അത് സൈനോബാക്ടീരിയ, ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ കാണുന്നത് അറൌണ്ട് 20 സബ് യൂണിറ്റ്സ് ആസ് വെൽ ആസ് അനദർ ആക്സസറി ലൈറ്റ് ഹാർവെസ്റ്റിംഗ് പ്രോട്ടീൻസ്. അപ്പൊ ഇതില് ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ വീണ്ടും സബ് യൂണിറ്റ്സ് ഉണ്ട്, ഏകദേശം ഒരു 20 സബ് യൂണിറ്റ്സ് ഉണ്ട്. അത് ഏത് ഓർഗാനിസം എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. അത് കൂടാഞ്ഞിട്ട് വേറെ ലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻസും ആക്സസറി ആയിട്ടുള്ള പ്രോട്ടീൻസും ഒക്കെ കാണാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ഫോട്ടോസിസ്റ്റം 2 കുറിച്ചുള്ള കാര്യങ്ങൾ. Next question, the basic slag is options water soluble, citrate soluble, alcohol soluble, insoluble fertilizers. Right option basic slag is citrate soluble fertilizer. അപ്പോൾ citrate soluble എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് സ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നിറത്തിലുള്ള ഒരു പൗഡർ ആണ്. ആൻഡ് അത് വാട്ടറിൽ ഡിസോൾവ് ആകത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെ ഡസ് നോട്ട് കട്ട പിടിക്കത്തില്ല. ഇങ്ങനെ ലൈക്ക് നമുക്കറിയാം ഇപ്പൊ ഒരു പൊടി പൗഡർ നമ്മൾ വെള്ളത്തിലിട്ട ചിലത് നല്ലതായിട്ട് കലങ്ങും, ചിലത് ഇങ്ങനെ കേക്ക് പോലെ ഫോം ചെയ്ത് ഒരുമാതിരി ഇങ്ങനെ കിടക്കും. പക്ഷെ ഇത് ഒന്നും ചെയ്യത്തില്ല, ഇത് ഡിസോൾവ് ആകത്തില്ല, കേക്ക് ഫോർമേഷനും നടക്കില്ല. അതില് 14% താഴെയാണ് ഫോസ്ഫറസ് പെന്റോക്സൈഡ് കണ്ടിട്ടുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ് നോട്ട് ലെസ് ദാൻ, കുറവല്ല അതിനേക്കാൾ കൂടുതലാണ്, നോട്ട് ലെസ് ദാൻ 14%. അപ്പം ഗ്രേറ്റർ ദാൻ 14% ഫോസ്ഫറസ് പെന്റോക്സൈഡ്, 14% ഫോസ്ഫറസ് പെന്റോക്സൈഡ് എന്ത് ചെയ്യും, ഈ ബേസിക് സ്ലാഗിൽ ഉണ്ടാവും. ഇൻ സിട്രേറ്റ് സൊല്യൂബിൾ ഫോം, സിട്രേറ്റ്സിൽ സോൾവ് ചെയ്യുന്ന രീതിക്കായിരിക്കും ഇതിന് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നത് ആസിഡ് സോയിൽസ് ഉള്ള കേസസിലാണ്. ആസിഡ് സോയിൽസ് ആകുമ്പോൾ സിട്രേറ്റ് അവിടെ കാണും. അപ്പൊ അതിൽ
ഈ ഒരു ബേസിക് സ്ലാഗ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ആയിട്ട് മണ്ണിൽ പിടിച്ചോളും. ആൻഡ് ഇത് പലപ്പോഴും ഡിസോൾവ് ആകുകയും ചെയ്യും. ഇതിന്റെ ബേസിക് നേച്ചർ കാരണം അവിടെ അസിഡിക് സോയിലിനെ ന്യൂട്രൽ സ്റ്റേറ്റിലോട്ടും കൊണ്ടുവരും. അപ്പം ഭയങ്കരമായിട്ടുള്ള ഹാർംഫുൾ എഫക്ട്സ് ഒന്നും ആസിഡ് സോയിൽ കാരണം ചെടിയിൽ ഉണ്ടായില്ല. ഈ ബേസിക് സ്ലാഗ് സാധാരണ കിട്ടുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ശേഷം കുറെ ഇമ്പ്യൂരിറ്റീസ് കിട്ടും. അതായത് ക്രൂഡ് ആയിട്ടുള്ള അയൺ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് ലൈമും വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്ത് നമ്മളൊരു സ്ലാഗ് ആക്കി എടുക്കാം. ഈ സ്ലാഗിൽ മെയിൻ ആയിട്ടുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ഏത് ഫോമിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കോ ഫോസ്ഫേറ്റ്സിന്റെ ഫോമിൽ, നല്ല പൗഡർ ഫോമിൽ കാണപ്പെടും. അതാണ് ബേസിക് സ്ലാഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റൊമാറ്റ ഓഫ് ക്യാം പ്ലാന്റ്സ് ഓപ്ഷൻസ് ആർ ഓൾവേസ് ഓപ്പൺ ഡ്യൂറിംഗ് ഡേ ആൻഡ് ക്ലോസ് അറ്റ് നൈറ്റ്. ഓപ്ഷൻ സി ഓപ്പൺ ഡ്യൂറിംഗ് നൈറ്റ് ആൻഡ് ക്ലോസ് ഡ്യൂറിംഗ് ഡേ. ഓപ്ഷൻസ് ഡി നെവർ ഓപ്പൺ. ക്യാം പ്ലാന്റ്സിന്റെ സ്റ്റൊമാറ്റ എപ്പോഴാണ് തുറക്കുന്നത് അല്ലെങ്കിൽ അടയ്ക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്യാം പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇതാണ്, ഒരു മെറ്റബോളിസം കാണിക്കുന്ന ചെടികളാണ്. അതിന്റെ ഫുൾ ഫോം ക്രാസുലേഷ്യൻ ആസിഡ് മെറ്റബോളിസം എന്നാണ്. അപ്പൊ ആ പ്ലാന്റ്സിൽ സ്റ്റൊമാറ്റ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇത് റൈറ്റ് ഓപ്ഷൻ ഓപ്പൺ ഡ്യൂറിംഗ് നൈറ്റ് ആൻഡ് ക്ലോസ് ഡ്യൂറിംഗ് ഡേ. സാധാരണ നമ്മുടെ ചെടികളിൽ എങ്ങനെയാണ് സ്റ്റൊമാറ്റ പകൽ സമയം ഓപ്പൺ ആവും, രാത്രി സമയം അത്ര ഓപ്പൺ ആയിരിക്കില്ല അല്ലെ. വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഡേ ടൈമിലും രാത്രി കാലങ്ങളിൽ എന്തായിരിക്കും, ചെറുതായിട്ട് ഓപ്പൺ ആവും അല്ലെങ്കിൽ ക്ലോസ് ആയിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്യാം പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. ക്യാം പ്ലാന്റ്സിൽ പകൽ സമയത്ത് അടഞ്ഞിരിക്കും, രാത്രിയിൽ അത് തുറന്നിരിക്കും സ്റ്റൊമാറ്റ. അപ്പൊ ക്യാമിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കാർബൺ ഫിക്സേഷൻ പാത്വേ ആണ്. അത് കുറെ ചെടികൾ, അതായത് അത് ആ ഒരു സാധാ ഫോട്ടോസിന്തസിസ് പ്രോസസ് അല്ല, ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകും പ്രോസസ്സിൽ. അതെങ്ങനെയാണ് ആ വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സിവിയർ ആയിട്ടുള്ള ടഫ്നെസ് അല്ലെങ്കിൽ ചൂടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ആ ഒരു സ്ഥലത്ത് പ്രിവെയിൽ ചെയ്യുന്നത്. അതായത് ഏകദേശം പറഞ്ഞാൽ നമുക്കൊരു 25 സെന്റിമീറ്റർ റെയിൻഫോൾ പോലും കിട്ടത്തില്ല. അതിന് താഴെ ആയിരിക്കും എന്തെങ്കിലും അവിടെ കിട്ടുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും രൂക്ഷമായ ചൂടുള്ള സ്ഥലമായിരിക്കും. അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്ലേസില്, ഒരു എൻവയോൺമെന്റിൽ അതിന് സർവൈവ് ചെയ്യാനായിട്ട്, അത് അഡാപ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് മാറിയ ഒരു ഫോട്ടോസിന്തസിന്റെ ഒരു ഫിക്സേഷൻ പാത്വേ, കാർബൺ ഫിക്സേഷൻ പാത്വേ ആണ് ഈ ക്യാം എന്ന് പറയുന്ന ഒരു മെറ്റബോളിസം സൈക്കിൾ. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് അലൗസ് എ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ഡ്യൂറിംഗ് ദ ഡേ. ഈ ഒരു പ്രോസസ് ഉള്ളത് കൊണ്ടാണ് ഡേ ടൈമിൽ അത്രയും കഠിനമായ ചൂടിൽ പോലും ഇതിനെ ഫോട്ടോസിന്തസൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. കാരണം ബട്ട് ഓൺലി എക്സ്ചേഞ്ച് ഗ്യാസസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. കാരണം നമുക്കറിയാം ഭയങ്കര ചൂടുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ജലാംശം ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ, മണ്ണിലും അധികം ജലാംശം കാണില്ല. അപ്പൊ ഇങ്ങനെ ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഫോട്ടോസിന്തസിന്റെ റേറ്റും കുറയും അല്ലെ, അതിന് കിട്ടുന്ന അളവ് കുറയുമ്പോൾ. സോ അവിടെ ഒരു ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാം ഫോട്ടോസിന്തസിസ് ആ പ്ലാന്റ്സ് ചെയ്യുന്നത്. ഈ ഫുൾ ക്യാം ഫോട്ടോസിന്തസിസ് യൂസ് ചെയ്യുന്ന പ്ലാന്റിൽ ഇത് സ്റ്റൊമാറ്റ റിമെയിൻസ് ഷട്ട് ഡ്യൂറിംഗ് ദ ഡേ ടു റെഡ്യൂസ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ. അപ്പൊ എന്ത് ചെയ്യും, പകൽ സമയം അടച്ചു വെക്കും. അപ്പൊ പകൽ സമയം അടച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സാധാരണ നമ്മുടെ സ്റ്റൊമാറ്റ വഴിയാണല്ലോ വാട്ടർ മോളിക്യൂൾസ് ട്രാൻസ്പിറേഷൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റൊമാറ്റ അടഞ്ഞിരുന്നാൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെടിയിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഒരു പരിധിവരെ എന്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. സാധാരണ ചെടികളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ട്രാൻസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ക്യാം പ്ലാന്റ്സ് എന്ത് ചെയ്യും, സ്റ്റൊമാറ്റോ അങ്ങ് പകൽ സമയത്ത് അടയ്ക്കും. എന്നിട്ട് രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യും, ഇതിനെ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സമയത്ത് കാർബൺ ഡയോക്സൈഡിനെ കളക്ട് ചെയ്ത് അതിനെ മീസോഫിൽ സെൽസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുകയും അവിടെ പിന്നെ ബാക്കി ഫോട്ടോസിന്തസിസ് ആ സമയത്ത് നടക്കുകയും ചെയ്യും. ഇനി സ്റ്റൊമാറ്റ ഇൻ ക്യാം പ്ലാന്റ്സ് ഓപ്പൺ ഡ്യൂറിംഗ് ദ ഡാർക്ക് പീരീഡ് ആൻഡ് ക്ലോസ് ഡ്യൂറിംഗ് ലൈറ്റ് പീരീഡ്. വെളിച്ചമുള്ള സമയത്ത് അടയ്ക്കുകയും ഇരുട്ടുള്ളപ്പോൾ തുറക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പലപ്പോഴും എന്താണ്, അതിന്റെ ആ ഒരു അരിഡ് കണ്ടീഷൻസിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാന്റ്സ് അതിന്റെ ഒരു പ്രോസസ്സിനെ മോഡിഫൈ ചെയ്തതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെലിമോർഫ് ഓഫ് കൊളിഡോട്രൈക്കം ഫാൽക്കാറ്റം ഈസ് ഓപ്ഷൻസ് മാഗ്നപോർത്തെ ഗ്രേസെ, ഗ്ലോമറല്ല ടുക്കുമെൻസിസ്, തനറ്റോഫോറസ് എസ്പിഡോട്ട്, യൂറോപ്യം ഫാൽക്കാറ്റം. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ടെലിമോർഫ്. ടെലിമോർഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫംഗസിന്റെ നമുക്കൊരു ഓരോ പാത്തജൻസിനും ഓരോ ഓർഗാനിസത്തിനും അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ലൈഫ് സൈക്കിളില് നമുക്ക് എന്താണ്, അതിലൊരു സെക്ഷൽ സ്റ്റേജിങ് ആണ് അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിങ് ആണ്. ആ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു അതിന് നമ്മൾ പെർഫെക്റ്റ് എന്ന് വിളിക്കും. ഇപ്പൊ ഒരു ലൈഫ് സൈക്കിളിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസും കാണും, നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസും കാണും.
ആ റീപ്രൊഡക്റ്റീവ് ഫേസിനെ നമ്മൾ പെർഫെക്റ്റ് സ്റ്റേജ് എന്നാണ് സാധാരണ വിളിക്കുന്നത് അല്ലെ. സെക്ഷൽ സ്റ്റേജിനെ പെർഫെക്റ്റ് എന്നും ഇതിനെ ഇംപെർഫെക്റ്റ് എന്നും വിളിക്കാറുണ്ട്. സോ ഈ പെർഫെക്റ്റ് സ്റ്റേജിന് അതിനാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ടെലിയോമോർഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെലിമോർഫ് എന്നാണ് പറയുന്നത് കേട്ടോ. ടെലിയോമോർഫ് ഓഫ് ഈ കോളിറ്റോട്രൈക്കം ഫാൽക്കാറ്റം, ഇതിന്റെ ടെലിമോർഫിനെ നമ്മൾ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടെലിമോർഫ് ഓഫ് കോളിറ്റോട്രാക്കം ഫാൽക്കാറ്റം, റൈറ്റ് ഓപ്ഷൻ ഇസ് ബി, ഗ്ലോമറെല്ല ടുക്കുമെൻസിസ്. അപ്പോ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഗ്ലോമറെല്ല, ഇവിടെ ഒരു എക്സാം ഉണ്ട്, ഗ്ലോമറെല്ല സിംഗുലാറ്റ ഈസ് എ ഫംഗൽ പ്ലാന്റ് പാത്തജൻ. ചെടിയെ നശിപ്പിക്കുന്ന ഒരു ഫംഗൽ പാത്തജൻ ആണ് ഈ ഗ്ലോമറെല്ല സിംഗുലാറ്റ എന്ന് പറയുന്നത്. Being the name of the sexual stage telomorph, while the more commonly referred to asexual stage anomorph is called Coledotrichum gloeosporioides. അപ്പോൾ നമ്മൾ ഗ്ലോമറെല്ല സിംഗുലാറ്റ എന്ന് പറയുന്ന ഫംഗസിന്റെ സെക്ഷൽ സ്റ്റേജ് അല്ലെങ്കിൽ ടെലിയോമോർഫിനെ പറയുന്നത് ആണ് ഈ ഒരു പേര്. വൈൽ സാധാരണയായിട്ട് അനാമോർഫ് എന്ന് പറയും. നമ്മൾ ടെലിയോമോർഫും അനാമോർഫും ഉണ്ട്. അസെക്ഷൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് സ്റ്റേജിന് പറയുന്ന പേരാണ് കോളിറ്റോട്രൈക്കം ഗ്ലോയിസ്പോരിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പാത്തജൻ എന്ന് പറഞ്ഞത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. കാരണം സാധാരണ കുറെ ഫ്രൂട്ട്സിൽ, റോട്ടിംഗ് ഡിസീസസിലൊക്കെ കാണപ്പെടാറുണ്ട്. സോ ഇതിന്റെ ഓപ്ഷൻ ഗ്ലോമറെല്ല സിംഗുലാറ്റയുടെ എന്താണ്, ഗ്ലോമറെല്ല സിംഗുലാറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗൽ പാത്തജൻ എന്ന് പറയുന്നത്. അതിന്റെ ടെലിയോമോർഫും അനമോർഫും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ടെലിയോമോർഫ് ഓഫ് കോളിറ്റോട്രൈക്കം ഫാൽക്കാറ്റം, ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഗ്ലോമറെല്ല ടുക്കുമെൻസിസ്. ഓക്കെ, ഗ്ലോമറെല്ല ടുക്കുമെൻസിസ്. ഗ്ലോമറെല്ല എന്ന ടേം ഓർത്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട്. കോളിറ്റോട്രൈക്കം ഫാൽക്കാറ്റം ഗ്ലോമറെല്ല. Next question, fertilizers SSP dissolved in soil to furnish phosphate, calcium and options acid, chalk, sulfur, boron. അപ്പോൾ SSP ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അത് സോയിലിൽ ഡിസോൾവ് ചെയ്തിട്ട് എന്തൊക്കെ കൊടുക്കുമെന്നാണ്. അതായത് ഫെർട്ടിലൈസറിന്റെ കമ്പണൻസ് ഉണ്ടാവും, അത് നമ്മൾ മണ്ണിലിട്ട് കഴിയുമ്പോൾ അത് എന്തൊക്കെ റിലീസ് ചെയ്യും, ഫോസ്ഫേറ്റ് തരും, കാൽഷ്യം തരും, പിന്നെ അത് കൂടങ്ങിട്ട് സൾഫറും കൂടി നമുക്ക് തരും. കാരണം SSP എന്ന് പറയുന്നത് DAP എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. അത് വാട്ടർ സൊല്യൂബിൾ. DAP എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആണ്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ്. ആൻഡ് അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മെയിൻ കമ്പണൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ഉള്ള ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് SSP എന്ന് പറയുന്നത്. അപ്പോൾ ഈ SSPയിൽ മെയിൻ ആയിട്ട് 3 ന്യൂട്രിയൻസ് നമുക്ക് കാണാം. നമ്മുടെ ഫോസ്ഫറസ് ആണ് മെയിൻ ആയിട്ടുള്ളെങ്കിൽ അത് പോയിട്ട് നമുക്ക് 2 ന്യൂട്രിയൻസും കൂടി ഉണ്ട്, സൾഫറും കാൽഷ്യം. ഫോസ്ഫറസ്, സൾഫർ, കാൽഷ്യം. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടാവും. പിന്നെ SSP is indigenously available and supply can be made at short notice. Oilseed farmers have special preference for SSP. ഓയിൽസീഡ് വളർത്തുന്ന ഫാമേഴ്സ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒന്നാണ് ഈ SSP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഫോസ്ഫറസും സൾഫറും കാൽഷ്യം ആവശ്യമുള്ളപ്പോൾ DAP കഴിഞ്ഞ് കഴിഞ്ഞാൽ SSP ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് പോയിട്ട് നമുക്ക് വേറെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. Next one, calcium cyanide is a option ammonium fertilizer, amide fertilizer, nitrate fertilizer, both B and C. പേര് കേൾക്കുമ്പോൾ അറിയാലേ, കാൽഷ്യം സയനമൈഡ് അല്ലെ. അപ്പം കാൽഷ്യം സയനമൈഡ് എന്ന് പറയുമ്പോൾ അമൈഡ് ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇനോർഗാനിക് കോമ്പൗണ്ട് വിത്ത് എ ഫോർമുല CaCN2. ഇതൊരു കാൽഷ്യം കോമ്പൗണ്ട് ആണ്. നമുക്ക് ഈ ഫോർമുല കാണുമ്പോൾ അറിയില്ല, CaCN2 ആണ്. അപ്പം കാൽഷ്യം സോൾട്ട് ആണ്. സയനമൈഡ് ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അയോൺ ആണ് അല്ലെ. അപ്പൊ സയനമൈഡ് എന്ന നെഗറ്റീവ് അയോൺ, ആനയോണും കാൽഷ്യം കൂടെ ചേർന്നിട്ടുള്ള ഒരു സോൾട്ട് ആണ് നമ്മുടെ ഈ ഒരു കാൽഷ്യം സയനമൈഡ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽ നമ്മൾ സാറിന്റെ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യും. അതിന്റെ കമേഴ്ഷ്യൽ നെയിം എന്ന് പറഞ്ഞാൽ നൈട്രോ ലൈം ആണ്. എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണ്, നൈട്രോ ലൈം. ഇനി കാൽഷ്യം സയനമൈഡ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യും, പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യും, ആൻഡ് വേറെ കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ കേസ് ആയതുകൊണ്ട് ഫെർട്ടിലൈസർ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ആപ്ലിക്കേഷൻ ഓർത്താൽ മതി. പിന്നെ ഇത് നമ്മൾ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഭയങ്കര ഇറിറ്റേഷനും പിന്നെ വേറെ അസുഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് കെമിക്കൽ കൂടിയാണ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ വൈൽ യൂസിങ് കാൽഷ്യം സയനമൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. All types of plastic possess essentially the same structure because options, they perform same function, store food materials like starch, fat and protein, occur in aerial parts, can transform from one form to another.
അപ്പം ഈ ചോദ്യത്തിൽ പറയുന്നത് പ്ലാസ്റ്റിഡ്സ്, എല്ലാ ടൈപ്പ് പ്ലാസ്റ്റിഡിന്റെ സ്ട്രക്ചർ ഏകദേശം ഒരുപോലെയാണ്. അത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബിക്കോസ് ദേ ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതിന് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറാനായിട്ട് ഈസിലി പറ്റും. അതുകൊണ്ടാണ് എല്ലാത്തിന്റെ സ്ട്രക്ചർ ഒരുപോലെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഓൾ ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് സാധാരണ എന്ത് ചെയ്യുന്നു, സെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ബിക്കോസ് ദേ ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. ഈ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലി ഫൗണ്ട് ഇൻ ദ സെൽസ് ഓഫ് പ്ലാന്റ്, ആൽഗെ ആൻഡ് സം അതർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം. ഒരു പ്ലാന്റിന്റെ സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് മെംബ്രെയിൻ ഒക്കെ ഉള്ള ഒരു കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു ഓർഗനലാണ് ഈ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഇവര് they are considered to be intracellular endosymbiotic cyanobacteria. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഇവര് ഇൻട്രാസെല്ലുലർ ആണ്, അതായത് സെല്ലിനകത്തായിട്ട് കാണപ്പെടുന്നതാണ്. എൻഡോസിംബയോട്ടിക് ആണ്. എൻഡോസിംബയോട്ടിക് എന്ന് പറയുമ്പോൾ സെല്ലിനകത്തിൽ ജീവിക്കുന്നതാണ്. ആൻഡ് സൈനോബാക്ടീരിയ, സൈനോബാക്ടീരിയ എന്ന് പറയുമ്പോൾ സാധാരണ സൈനോബാക്ടീരിയ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് ഓർക്കണം. ഭയങ്കര മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ സൈനോബാക്ടീരിയ, ആൽഗയിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് അത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളതാണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ പേര് ഓർക്കുക, അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും. ആ കളർ വെച്ചിട്ട് തന്നെ നമുക്കറിയാം അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിഡ്സ് സാധാരണ എന്താണ്, ഇങ്ങനത്തെ ഓർഗാനിസത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ മോർഫോളജിയും പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ടൈപ്പിൽ അവൈലബിൾ ആണ്, ബട്ട് സ്റ്റിൽ അതിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ സെയിം ആയിട്ട് വരുന്നത്. അപ്പം അതിന്റെ വെറൈറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വെറൈറ്റി ആണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീൻ നിറത്തിലുള്ളതാണ്. ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് ആണ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. അതിന്റെ നിറം ഗ്രീൻ ആയിരിക്കും. അതാണ് ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്. ഇനി അടുത്ത ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ കളേഴ്സ് ആയിരിക്കും, നല്ല വെറൈറ്റി ഉള്ളതായിരിക്കും, കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആയിരിക്കും. അത് സാധാരണയായിട്ട് ആ കളേർഡ് പിഗ്മെന്റ്സിന്റെ സിന്തസിസ് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും ഈ ക്രോമോപ്ലാസ്റ്റും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ജെറോണ്ടോപ്ലാസ്റ്റ്. ജെറോണ്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ദ ഡിസ്മാന്റ്ലിംഗ് ഓഫ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഡ്യൂറിംഗ് പ്ലാന്റ് സെനസൻസ്. പ്ലാന്റ് സെനസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെടി പഴയ ഓൾഡ് ആകാൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള കുറെ പാർട്സ് ഉണ്ട്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ പ്ലാന്റ് ഓർഗൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഓർഗനലീസ്, അതിനാണ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നശിച്ചു പോകാതെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ജെറോണ്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ല്യൂക്കോപ്ലാസ്റ്റ്. നമ്മൾ ഈ ജെറോണ്ടോപ്ലാസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്കറിയാം പ്ലാന്റ് ഓൾഡ് ആകുമ്പോൾ അതിന്റെ ഓരോ പാർട്ടായിട്ട് നശിച്ചു പോകാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും നമ്മുടെ ഫോട്ടോസിന്തസിസ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജെറോണ്ടോപ്ലാസ്റ്റ്. കാരണം ഇത് ആ ഫോട്ടോസിന്തറ്റിക്കുള്ള അപ്പാരറ്റസിനെ സേവ് ചെയ്ത്, അത് നശിച്ചു പോകാതെ അതിനെ സേവ് ചെയ്ത് വെച്ചിരിക്കും. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ കളർലെസ് ആയിരിക്കും. ല്യൂക്കോ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റിഷ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ഫോർ മോണോടെർപീൻ സിന്തസിസ്. മോണോടെർപീൻ എന്ന് പറയുമ്പോൾ ഈ കാർബണും ഹൈഡ്രജൻ ആറ്റംസ് മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് പറഞ്ഞാൽ മോണോടെർപീൻ എന്ന് പറയുമ്പോൾ C10H6 ആണ്. മോണോടെർപീനിന് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിഡ് ആണ്, കളർലെസ് ആയിരിക്കും. ല്യൂക്കോപ്ലാസ്റ്റ് ചിലപ്പോഴൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറെ സ്പെഷ്യലൈസ്ഡ് പ്ലാസ്റ്റിഡ്സ് ആവുന്നുണ്ട്. അമൈലോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ്, പ്രോട്ടീനോപ്ലാസ്റ്റ്, ടാനോസോംസ്, അങ്ങനെ പല ഫോംസിൽ എടുക്കാറുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാസ്റ്റിഡ്സിന്റെ പല വെറൈറ്റീസ്. നമ്മളുണ്ട് പല വെറൈറ്റി ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ വെറൈറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്തതാണ്. ആൻഡ് അതിന് ഈ വെറൈറ്റി വരാനുള്ളൊരു റീസൺ എന്നല്ല, അതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ, പല സ്ട്രക്ചറൽ ഡിഫറൻസസ് അതിന് സ്വന്തമായിട്ട് മാറാനായിട്ട് പറ്റും, അതിന്റെ യൂസും സർക്കംസ്റ്റാൻസസും നോക്കിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് എംബ്രിയോ സാക്ക് ഈസ് ഓപ്ഷൻ മെഗാസ്പോറോജെനിസിസ്, മെഗാഗമീറ്റോജെനിസിസ്, മൈക്രോഗമീറ്റോജെനിസിസ്, നൺ ഓഫ് ദീസ്. ഇപ്പൊ എംബ്രിയോ സാക്കിന്റെ ഫോർമേഷന്റെ റൈറ്റ് ഓപ്ഷൻ ഇസ് മെഗാഗാമിറ്റോജെനിസിസ്. എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും വേർഡ് യൂസ് ചെയ്യുന്നത്? മെഗാ അല്ലെ, മെഗാ ഗാമീറ്റ്സ്. അപ്പൊ എംബ്രിയോ സാക്കിന്റെ ഫോർമേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ ജെനിസിസ് എന്ന് പറയും അല്ലെ. അപ്പൊ മെഗാ ഗാമിറ്റോ ജെനിസിസ്. അപ്പൊ മെഗാ ഗാമിറ്റോ ജെനിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീമെയിൽ ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ്, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെഗാ ഗാമിറ്റോഫൈറ്റ് ഉണ്ടായി വരുന്നതിനെയാണ്, അത് മെച്ചുറായി വരുന്നതിനെയാണ് മെഗാ ഗാമിറ്റോ ജെനിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ ഫസ്റ്റ് അതിന്റെ മെഗാസ്പോർ ആയിരിക്കും അല്ലെ. അപ്പൊ മെഗാസ്പോർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മെഗാസ്പോറോജെനിസിസ് വഴി
മെഗാസ്പോർ ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ സാക്ക് ആവും അല്ലെ. എംബ്രിയോ സാക്കിനകത്ത് എന്ത് സൂക്ഷിച്ചിട്ടുണ്ട്? നമ്മുടെ ഫീമെയിൽ ഗാമീറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മെഗാസ്പോർ വളർന്ന എംബ്രിയോ സാക്കായി അതിനകത്ത് ഈ ഫീമെയിൽ ഗാമീറ്റ്സ് ഇല്ലേ, ആ ഫീമെയിൽ ഗാമീറ്റ്സിന് സൂക്ഷിച്ചു വെച്ച് അതിനെ വളർത്തി ഒരു ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആക്കി മാറ്റും. ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആക്കി മാറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ സാക്ക് ആവും. ആ എംബ്രിയോ സാക്കിനകത്ത് ആരുണ്ടാവും? ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവും. ആ ഫീമെയിൽ ഗാമീറ്റിനെ റിലീസ് ചെയ്താൽ അത് ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇപ്പൊ ഇത് സാധാരണ നമ്മുടെ ഒരു പ്ലാന്റിന്റെ ഓരോ പാർട്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ടിന്റെ ഓവറിക്കകത്ത് ഒവ്യൂളിനകത്താണ് കാണപ്പെടാൻ പറ്റുന്നത് അല്ലെ, കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലാസ്റ്റ് ഓഫ് റൈസ് ഈസ് ഓപ്ഷൻസ് താനിറ്റോഫോറസ്, ടാലറോമൈസിസ്, മാഗ്നപോർത്തെ, കൊക്ലിയോപോളിസ്. അപ്പം ബ്ലാസ്റ്റ് ഓഫ് റൈസിന്റെ പെർഫെക്റ്റ് സ്റ്റേജ്, അതായത് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സെക്ഷൽ സ്റ്റേജിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേര് റൈറ്റ് ഓപ്ഷൻ ഇസ് മാഗ്നപോർത്തെ. അപ്പോ റൈസ് ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേര് മാഗ്നപോർത്തെ ഒറൈസെ എന്നാണ്. മുന്നേ ഇതിനെ പറഞ്ഞിരുന്ന പേര് മാഗ്നപോർത്തെ ഗ്രിസി എന്നാണ്. ഇതൊരു ആസ്കോമൈസീറ്റ് ആണ്, കാരണം ഇത് സെക്ഷൽ സ്പോർസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ഉണ്ടാക്കുന്നത് ആസ്കൈ അല്ലെങ്കിൽ ആസ്കസ് എന്ന് പറയുന്ന ഓർഗൻസിൽ നിന്നാണ്. അപ്പൊ ആസ്കയിൽ നിന്നും ആസ്കോസ്പോർസ് ഉണ്ടാക്കിയെടുക്കും. ആൻഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ദ ന്യൂലി ഇറക്റ്റഡ് മാഗ്നപോർത്തേസി. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ പെർഫെക്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്ഷൽ ഫേസിന് നമ്മൾ മാഗ്നപോർത്തെ എന്ന് പറയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ ഇസെൻഷ്യൽ എലമെന്റ്സ് ഫോർ പ്ലാന്റ്സ്. ചെടികളിൽ നമുക്ക് അത്യാവശ്യമല്ലാത്ത എലമെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ അയൺ, പൊട്ടാസ്യം, സിങ്ക്, സോഡിയം. റൈറ്റ് ഓപ്ഷൻ ഇസ് സോഡിയം. നമുക്ക് ചെടികളിൽ 17 എസെൻഷ്യൽ എലമെന്റ്സ് വേണം. അതില് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സോഡിയം ആണ് ആവശ്യമില്ലാത്തതായിട്ട് വരുന്നത്. വേറെ ഓൾ അതർ ഓപ്ഷൻസ് അയൺ, പൊട്ടാസ്യം, സിങ്ക് ഒക്കെ നമുക്ക് വേണ്ടതാണ്. ഇനി സോഡിയം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ എലമെന്റ് അല്ല, പക്ഷെ അതേസമയം മൈക്രോ ന്യൂട്രിയൻസിന്റെ ഫോർമാറ്റിൽ കുറച്ച് ക്വാണ്ടിറ്റീസിൽ അത് എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നുണ്ടാവും. അത് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെറ്റബോളിസത്തിലും ക്ലോറോഫിൽ ഉണ്ടാക്കുന്നതിന് സിന്തസൈസ് ചെയ്യാനായിട്ട് പലയിടത്തും കുറച്ച് എമൗണ്ട്സിൽ സോഡിയം ആവശ്യമാണ്. അപ്പൊ അതിന് മാത്രം ഒരു മൈക്രോ ന്യൂട്രിയന്റ് മാത്രമാണ് സോഡിയം. പക്ഷെ അയണും പൊട്ടാസ്യം സിങ്കും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. 17 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ചെടിയുടെ പ്രോപ്പർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് വെൻ ദർ ഈസ് ഓപ്ഷൻസ് ഹൈ കാർബൺ ഡയോക്സൈഡ്, ബ്രൈറ്റ് ലൈറ്റ്, ലോ ടെമ്പറേച്ചർ, ലോ കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ലോ ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് when there is low carbon dioxide. ഗ്ലൈക്കോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് എന്ന റിയാക്ഷന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് ബിറ്റ്വീൻ എ 2 കാർബൺ പീസ് ഡിറൈവ് ഫ്രം ഷുഗർ ഫോസ്ഫേറ്റ് ആൻഡ് ആൻ ഓക്സിഡന്റ് ജനറേറ്റഡ് ബൈ ദ ഫോട്ടോ കെമിക്കൽ ആക്ട്. അപ്പോ ഗ്ലൈക്കോലൈറ്റ് നമ്മൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അത് മെറ്റബോളിക് പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസിന്തസിന് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. അപ്പൊ അതിന് ഒത്തിരി അബ്സോർബ് ചെയ്യാൻ സഹായിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും ഈ ഗ്ലൈക്കോലൈറ്റ്. സോ ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതല്ല. പക്ഷെ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഗ്ലൈക്കോലൈറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.